എടോ, തന്റെ അച്ഛൻ ഒരു മനുഷ്യനെ ക്രൂരമായി കൊന്നതിലെ ഒന്നാം പ്രതിയല്ലേ? ഇന്ത്യക്ക് വേണ്ടി മെഡൽ മേടിച്ച ആളൊന്നും അല്ലല്ലോ. ശ്രീ പത്മനാഭ, കാത്തുരക്ഷിക്കണേ, എല്ലാവർക്കും നല്ലത് വരുത്തണേ. അല്ല, ഇതാര് ബിന്ദുവാ? എന്താ രണ്ടു മക്കളെ വിശേഷങ്ങള്? ഒരു പോസ്റ്റ് കണ്ടു. പോസ്റ്റ് ഇട്ടിട്ട് അടിപൊളിയായിട്ട് കമന്റ് ബോക്സും പൂട്ടി അങ്ങ് ഓടിപ്പോയി. അതെന്താ കമന്റ് ബോക്സ് പൂട്ടിയത്? മക്കളും കണ്ടല്ലേ, ഞാൻ ആറ്റുകാല് പൊങ്കാലൊരു ഒരു പടം എടുത്തിട്ട് അപ്പോൾ ചിലവന്മാരൊക്കെ കുരു പൊട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ കമന്റ് ബോക്സ് അങ്ങ് പൂട്ടിയത്. എന്തേ? ആ പോസ്റ്റ് ഇട്ടിട്ട് കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് വെക്കണേ, എന്നാലല്ലേ ബാക്കിയുള്ളൊരു മറുപടി കൂടെ താങ്കൾക്ക് കാണാനും കേൾക്കാനും പറ്റൂ. ഈ വയറുകാലത്ത് വല്ലവൻ്റെയും തള്ളയ്ക്ക് വിളിയാക്കണ എന്തരനെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങ് മനഃപൂർവ്വം പൂട്ടിയത്. അത് മോശമായിപ്പോയി. എന്തായാലും കമന്റ് ബോക്സ് പൂട്ടി ഓടിയത്, അപ്പൊ അതിനർത്ഥം ബാക്കിയുള്ളവരുടെ കമന്റുകൾ വായിക്കാൻ പേടിയുണ്ട് എന്നാണ്. ആര്? കരിക്കാൻ കമലാസന്ന? അത് മക്കൾക്ക് തെറ്റിപ്പോയി. പാകിസ്ഥാന്റെ മുമ്പ്, പട്ടാളത്തിന്റെ മുമ്പ് നെഞ്ചും വിരിഞ്ഞ് നിന്ന മാമനാണ്. പിന്നെയാണ് ഈ അന്തംഗമ്മിയുള്ള ഭീഷണി. മുഖം പോലും തിരിച്ചറിയാതെ 51 വെട്ട് വെട്ടി ചന്ന പിന്നെ പിരുത്തപ്പോ അറിഞ്ഞില്ലേ ഈ വേദന? ആ മനുഷ്യൻ അനുഭവിച്ച വേദന. അടിബല്ലേ. എന്തരേ, യുദ്ധത്തിന് ഗ്രൗണ്ടിലിറങ്ങി നിൽക്കുമ്പം കമലാസന മാമ ഇതൊന്നും നോക്കാറില്ല മക്കളെ. പോക്കെടുത്ത് ടപടപടപാന്നങ്ങ് വെടിവെച്ച് തള്ളും. അപ്പം മുഖം അത്, നെഞ്ചേത്, കാലേതെന്ന് മാമ നോക്കാറില്ല. എൻ്റെ കാര്യമല്ലേ പറഞ്ഞത്? ആര്? ശബന മനോഹരന? ഓ ഓ, നമ്മളെ കുഞ്ഞനന്തൻ്റെ മോള്. ആ പിള്ളേക്ക് എന്തൊരു പറ്റി? ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കുന്ന എന്തരെന്ന്? എവിടെ? മാമൻ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. മോനെ KM ഷായി, ആ വെള്ളഭംഗം മറിച്ചേക്ക്. UDF ഭരണകൂടം കൃത്യമായ ചികിത്സ നൽകാത്തതിനാൽ അസുഖം മൂർച്ഛിച്ചത് കാരണമാണ് അച്ഛൻ മരണപ്പെട്ടത്. അച്ഛനെ കൊന്നത് UDF ഭരണകൂടമാണ്. അതിന് ശരിയാണ്. കുഞ്ഞനന്ദന് ചികിത്സ നിഷേധിച്ചു എന്നാണ് കുഞ്ഞനന്ദന്റെ മകളായ താങ്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പാർട്ടിക്കാരോട് പറഞ്ഞ് അമേരിക്കയെ കൊണ്ടുപോയി ചികിത്സിച്ചൂടായിരുന്നു? അയ്യോ, അത് പറ്റൂല, അത് പറ്റൂല. അമേരിക്കയിലൊക്കെ ചികിത്സിക്കണമെങ്കിൽ ഒറ്റ ചങ്ക് പോരാ, ഡബിൾ ചങ്കുള്ളവരെ മാത്രമേ അവിടെ ചികിത്സിക്കൂ. അതറിഞ്ഞൂടെ? കുഞ്ഞനന്ദൻ ഇന്ത്യക്ക് വേണ്ടി മെഡൽ മേടിച്ച ആളൊന്നും അല്ലല്ലോ. ഇങ്ങനെ ചപ്രപഞ്ചത്തിൽ എടുത്തുകൊണ്ട് പോയി ചികിത്സ കൊടുത്ത് ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ. അയ്യോ മക്കളെ, അങ്ങനെ പറയരുത്. പുള്ളിക്കാരന് മെഡൽ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഈ കഴുപ്പണം കെട്ട കമ്മി കൂട്ടങ്ങളെ സമ്മതിച്ചില്ല. അത് മാത്രമല്ല, പ്രായമായിട്ട് പോരോ അങ്ങ് കൂടിപ്പയ്യേ. അപ്പോ അച്ഛന് വേണ്ടി ഭയങ്കരമായിട്ടൊക്കെ വന്നു പോസ്റ്റൊക്കെ ഇട്ടു. അച്ഛൻ പുണ്യാളനാണ് എന്ന് ധരിപ്പിക്കാനോ? ആരെ ധരിപ്പിക്കാൻ? ഈ കേരളത്തിലുള്ളവരെന്താ വിഡ്ഢികളാണോ ഇവിടുത്തെ ജനങ്ങള്? ആര് പറഞ്ഞു വിഡ്ഢികളെന്ന്? ഭയങ്കരമായിട്ട് ബുദ്ധി കൂടിയത് കൊണ്ടല്ലേ രണ്ടാമതും അധികാരത്തിലെത്തിച്ചത്. ഇനിയും ബുദ്ധി കൂടെ ആണെങ്കിൽ മിക്കവാറും മൂന്നാമതും വരും, തർക്കമില്ല. എടോ, തന്റെ അച്ഛൻ ഒരു മനുഷ്യനെ ക്രൂരമായി കൊന്നതിലെ ഒന്നാം പ്രതിയല്ലേ? ആ പ്രതിക്ക് വേണ്ടിയാണോ താൻ ഇങ്ങനെയൊക്കെ എഴുതി വിട്ടിരിക്കുന്നത്? അയ്യോ പൊന്നു മകളെ, ആ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് വിചാരിച്ച് എന്താണെന്നറിയാം, ഈ ഒളിമ്പിക്സിനൊക്കെ 1ാം സമ്മാനം കിട്ടൂലേ എന്ന ഒരു ഉദ്ദേശത്തിലാണ് പാപം പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പറയുമ്പോ കുറച്ച് അന്തസ് വേണം, അന്തസ് വേണം, അന്തസ്. എന്താണെന്നറിയാമോ? കുറച്ച് ഉളുപ്പ് ആ പോസ്റ്റ് ഇടാൻ ഉണ്ടായില്ലല്ലോ. ഈ ഉളുപ്പും പുളുപ്പും ഒക്കെ തിരിച്ചറിയാനുള്ള ഐറ്റം അന്തംഗമ്മയുള്ള തലച്ചോറിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു വേണമായിരുന്നു. അത് വാ